വേസ്റ്റ് വെഹിക്കിൾ എന്ന് പറയുന്നത്. ഓരോ വീടിനും കൃത്യമായിട്ടും QR കോഡ് ഉള്ള ഒരു ID കാർഡ് കൊടുത്തിട്ടുണ്ട്. ഈ QR കോഡ് റീഡ് ചെയ്തുകൊണ്ട് ആ വീട്ടിലെ മാലിന്യം എടുക്കും. മാലിന്യം വെഹിക്കിളിലേക്ക് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അവിടെ ഡ്രൈ വേസ്റ്റ് ആയിട്ടുള്ള മെറ്റൽസോ പ്ലാസ്റ്റിക്കോ ഉണ്ടെങ്കിൽ ആ ഡോറ് അടയത്തില്ല. കൂടാതെ സെൻസർ ഉപയോഗിച്ച് അത് ഐഡൻറ്റിഫൈ ചെയ്ത് ബീപ്പ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എപ്പോഴാണോ ഈ ഒരു ഖരമാലിന്യത്തെ അതിൽ നിന്ന് നീക്കം ചെയ്യുന്നത്, ആ സമയത്ത് സെൻസറിൻ്റെ വെച്ചിട്ടുള്ള ആ ഒരു സൗണ്ട് ഓഫാവുകയും വാതിൽ അടയുകയും ചെയ്യും. GPS മോഡിൽ വെച്ചിട്ടാണ് ഒരു ലൊക്കാലിറ്റിയിലേക്ക് ഈ വാഹനം പോകുന്നതിന് മുമ്പ് ഓരോ വീട്ടിലും ഏത് സമയത്താണ് എത്തുന്നത് എന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മോഡിൽ ഇതിലുണ്ട്. കൃത്യമായിട്ടും ആ ടൈം അതിലൂടെ അറിയിക്കുകയും ചെയ്യും. അവർ എല്ലാവർക്കും റെഡിയായി നിന്നിട്ട് മാലിന്യം ഇടാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കും. ഇനി ഇത് കൂടാതെ തന്നെ ഈ വെഹിക്കിളെന്ന് പറയുന്നത് സോളാർ എനർജി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജിയിലാണ് വരുന്നത്. അപ്പോൾ പ്രകൃതിക്ക് യാതൊരു ദോഷവും ഉണ്ടാകുന്നില്ല. അതുപോലെ ഹരിതകർമ്മസേന വന്ന് ഒരു വീട്ടിൽ നിന്നുള്ള വേസ്റ്റുകളെല്ലാം എടുത്ത് അതേ ബക്കറ്റിൽ തന്നെ അടുത്ത വീട്ടിൽ, അപ്പോൾ ഇങ്ങനെയുള്ള യാതൊരു ഹെൽത്ത് ഇഷ്യൂവോ അല്ലെങ്കിൽ സോഷ്യലോ എമോഷണലോ അങ്ങനെയുള്ള യാതൊരു ഇഷ്യൂസും ഇവിടെ ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് വളരെ സേഫായിട്ടുള്ള ഒരു സ്മാർട്ട് വേസ്റ്റ് കളക്ടിങ് മെഷീനാണ് എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ ഓരോ വീട്ടിൽ നിന്നും ഒരു മാസത്തിൽ എത്ര ദിവസമാണ് വേസ്റ്റ് എടുത്തത് നമുക്ക് ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ചെയ്ത് അറിയാനായിട്ട് കഴിയും. അതുപോലെ ഏതൊക്കെ വീട്ടിൽ നിന്നാണ് ധാരാളം ഫുഡ് വേസ്റ്റ് ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ മനസ്സിലാക്കിയിട്ട് അവർക്ക് ഈ ഫുഡ് വേസ്റ്റ് ചെയ്യരുത് എന്നുള്ളതിനുള്ള അവയർനെസ് ക്ലാസ് കൊടുക്കാനായിട്ട് പറ്റും. കൂടാതെ കൃത്യം ഒരു മാസം തികയുമ്പോൾ എല്ലാ വീടുകൾക്ക് കൃത്യമായിട്ടുള്ള റെസിപ്റ്റ് കൊടുക്കുകയും ഇതുവഴി അഴിമതി പോലുള്ള കാര്യങ്ങൾ ഇല്ലാതാക്കാനും കഴിയും. ഇവിടെ ഈ ഒരു സ്മാർട്ട് വേസ്റ്റ് മെഷീൻ വെച്ച് നമുക്ക് ധാരാളം ഇതുപോലുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂസ്, ഹരിതകർമ്മസേനകൾക്കുണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂസ്, അതുപോലെ രോഗങ്ങൾ, ഇതെല്ലാം തടഞ്ഞ് വളരെ ഫലപ്രദമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. എൻ്റെ ലൊക്കാലിറ്റിയിൽ ഹരിതകർമ്മസേനകൾ അംഗങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കണ്ടിട്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു വെഹിക്കിൾ എന്നുള്ള ആശയത്തിലേക്ക് കടന്നത്. അപ്പോൾ ഇതൊരു നല്ല ആശയം എന്നാണ് ഞാൻ ചോദിച്ചറിഞ്ഞ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും പറഞ്ഞത്.